നമസ്കാരം, ഞാൻ സരയും. ബോസ് ടോക്സ് വിത്ത് രാജാ സാഹിബ് എന്ന പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഫുഡ് ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ സൗദി അറേബ്യയിൽ ഒരു ഹോട്ടലൊക്കെ തുടങ്ങി അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഉദ്യമമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കുറേ സ്റ്റാഫുകളും അതിനോടൊപ്പം നിൽക്കുന്ന നല്ല കുറേ പാർട്ട്നേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോട്ടലാണെങ്കിലും ഏതൊരു ബിസിനസ് ആണെങ്കിലും അത്രയും ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ആ രീതിയിലേക്ക് അത് വളരൂ. നമ്മൾ ഈ ഹോട്ടലിനെ പുറമേ കണ്ടപ്പോഴത്തേക്ക് ഞാനൊരു ഭയങ്കര എക്സ്പെക്റ്റേഷനൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിനകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഉഗ്രം വൈബാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് സമ്മതികരിക്കാൻ പറ്റില്ല. നോബിളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. നിങ്ങളിവിടെ ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്? നമ്മളിവിടുത്തെ ഇവിടുത്തെ ഒരു മാനേജറാണ്. ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ എത്രത്തോളം അധ്വാനം വേണ്ടി വരും? നിങ്ങളിപ്പോൾ ഇവിടെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഓരോ ദിവസം പ്രതി 1, 2, 3, 4 ഇങ്ങനെ ഡെയിലി ഓരോരോ ഹോട്ടലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. മല്ലൂസിൻ്റെ ഉണ്ട്, മറ്റ് ആൾക്കാരുടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്തോറും നിങ്ങൾക്ക് ഏത് രീതിയിൽ മറ്റുള്ളവരെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റും? പിടിച്ചു നിൽക്കാൻ എന്താണ് നമുക്കൊരു മാർഗം? മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഫുഡും ക്വാളിറ്റിയും, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡൊക്കെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ പ്രിപ്പയർ ചെയ്യുക. അതിനകത്തുള്ള ഫ്ലേവേഴ്സാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഹൈലൈറ്റ്സും അത് തന്നെയാണ്. ഇവിടെ വന്ന് കഴിക്കുന്ന ഫുഡും ആൾക്കാർ അത് തന്നെയാണ് നമുക്ക് റെസ്പോൺസും തരുന്നത്. നമ്മുടെ ഫുഡ് അതനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നമ്മൾ അതിന് ചെയ്യുന്നുണ്ട്. ആ ഗുഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളും അതിൻ്റെ ലൈക്ക് നമ്മുടെ ഷെഫ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് എല്ലാ വർക്കേഴ്സും അതിന് പ്രിപ്പയറും അതിനുള്ള ട്രെയിനിങ്സ് നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം ഇതിൻ്റെ ഈ ഇൻഡസ്ട്രീസിന് പഠിച്ചിറങ്ങിയ ആൾക്കാരൊക്കെ തന്നെ. യെസ്, എക്സാക്ട്ലി. എവറിബഡി ഈസ് മോർ ദാൻ 10 to 15 years എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. ഒരാളെ എനിക്കറിയാം. ഇത് നമ്മുടെ ഒരു ഇൻഡസ്ട്രീസിലൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അതെ. അപ്പോൾ അതുപോലെ അത്തരം എക്സ്പീരിയൻസ് ഹാൻഡിൻ്റെ കയ്യിലായതുകൊണ്ട് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ആ ഷെഫും ആ ടീമിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ആക്ച്വലി നമ്മുടെ ഈ കടയുടെ ഒരു ഇപ്പം മുമ്പോട്ട് പോകാനുള്ള ഒരു റേഞ്ച്. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എന്താണ് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ? ഇപ്പോൾ നമ്മൾ മെയിൻലി മൾട്ടി ക്വിസീനാണ്. മൾട്ടി ക്വിസീനകത്ത് നമ്മൾ എല്ലാത്തരം ഫുഡുകളും ഒരു കവർ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. ഇപ്പോഴും മെയിൻലി നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഫുഡുണ്ട്, തന്തൂരി ഫുഡ്സ് ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ട്, സൗത്ത് ഇന്ത്യൻ ഫുഡുണ്ട്. അതല്ലാതെ നമ്മുടെ ടൈമിങ്ങും നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ ടൈം ആൻഡ് ഡിന്നർ. അപ്പോൾ ഫുൾ കോഴ്സ് ഉണ്ട് ഇവിടെ. യെസ്, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ചെയ്താൽ ഡിന്നർ, ലാസ്റ്റ് ഉറക്കത്തിലുള്ള ഭക്ഷണം വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ലേറ്റ് നൈറ്റ് എത്ര മണി വരെ നിങ്ങൾ ഇത് കൊണ്ടുപോകും? യൂഷ്വൽ ഡേയ്സിനകത്ത് നമ്മൾ 11:30 ആണ്. പിന്നെ വീക്കെൻഡ്സിനകത്ത് നമ്മൾ 12 o'clock വരെ ചെയ്യുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്യും. നോ ഇഷ്യൂ വിത്ത് ദാറ്റ്. അപ്പോൾ രുചികരമായിട്ട് നിങ്ങൾ ഇപ്പം ഈ മൾട്ടി ക്വിഷൻ ആയപ്പോഴത്തേക്ക് ഇതിനകത്ത് എല്ലാ തരം ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പിന്നെ ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്നിട്ടുള്ള ഐറ്റംസുകൾ എന്തൊക്കെയാണ്? ചൈനീസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ മലയാളീസിൻ്റെ ഫുഡുകളാണോ സ്പെഷ്യൽ? അതിനും എല്ലാം ഓരോരുത്തർക്കും ഓരോ ഷെഫായിട്ടാണോ നിങ്ങൾ? എല്ലാ ക്വിസീൻസിനും എല്ലാ ഫുഡ് ഐറ്റംസിനും സ്പെസിഫിക് ഷെഫ്സ് ഉണ്ട്. എല്ലാ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഷെഫാണ്. എല്ലാ ക്രൈറ്റീരിയ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ പേഴ്സൺ. അപ്പോൾ അതനുസരിച്ച് അവർക്കുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെയാണ്. അതനുസരിച്ചല്ല നമ്മുടെ കിച്ചൺ സെറ്റപ്പ് ഒക്കെയാണ്. അറബിക് സ്പെഷ്യൽ നമ്മൾ കുറച്ച് ക്വിസീൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഫ്യൂച്ചറിൽ അറബിക്കും ഇറ്റാലിയനും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്യൂച്ചറിലായിരിക്കും ഫ്യൂഷൻ ഫുഡായിട്ട് നമ്മൾ കോൺസെപ്റ്റ് റിവീൽ ചെയ്യും. ഇപ്പം പ്രസൻ്റ്ലി നമ്മൾ അറബി കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ സ്പൈസി ഫുഡ് ആയിട്ട് വരുമ്പോൾ അവർക്ക് പിന്നെ നമ്മുടെ കാന്താരി ഇട്ട കൂട്ടുകറികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടമാണ്. ചൈനീസ് ഫുഡൊക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. ബീഫിൻ്റെ ഒക്കെ
അപ്പോൾ ഈ ഇവിടുത്തെ സ്പൈസി ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആൾക്കാർ, ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ഫിലിപ്പീൻ ഭക്ഷണം കഴിക്കുന്നതായിരുന്നു. അതുപോലെ മറ്റുള്ള ചില രാജ്യക്കാരുമൊക്കെ വന്ന് നമ്മൾ ഇതിനകത്തേക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പം അത് അവർ റെഗുലർ കസ്റ്റമേഴ്സാണോ അല്ലെങ്കിൽ ഇതായിട്ട് വൺസ് ഇൻ എ വൈൽ അങ്ങനെ വന്നു പോകുന്ന ആൾക്കാരാണ്? അല്ല, അങ്ങനെയല്ല. നമ്മുടെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഫുഡായിട്ടും പ്രിപ്പയർഡ് അല്ല. നമ്മൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഓർഡർ അനുസരിച്ച് അത് പ്രിപ്പയർ ചെയ്യും. ഇറ്റ്സ് നോൺ ആസ് അലാകാർട്ട് സിസ്റ്റം. സോ അലാകാർട്ട് സിസ്റ്റം ആകുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിനകത്ത് ഇപ്പം കസ്റ്റമറിന് സ്പൈസ് വേണം, അപ്പോൾ നമ്മൾ സ്പൈസി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടു. ഇപ്പം സ്പൈസ് കുറവുള്ള ഫിലിപ്പീൻസ് ആകുമ്പോൾ അവർക്ക് സ്പൈസ് വേണ്ട, ചിലവർക്ക് സ്പൈസ് വേണം. സോ അവരുടെ റിവ്യൂ നമ്മൾ എടുത്തില്ല. ലൈക്ക് അവർക്ക് എങ്ങനത്തെ ഫുഡ് വേണ്ടിയത്, നമ്മുടെ വെയിറ്റേഴ്സും അങ്ങനെ തന്നെയാണ്. അവർ പോയി ചോദിക്കും അവർക്ക് എങ്ങനത്തെ ഫുഡാണ് വേണ്ടത്, അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. എക്സാക്ട്ലി. നമ്മുടെ മെനുവിനകത്ത് ലിസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ലിസ്റ്റ് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കസ്റ്റമേഴ്സ് ഇങ്ങനെ റെഗുലറായിട്ട് വരാനുള്ള കാര്യം. നമുക്കപ്പം അടുത്ത സംഭവത്തിലേക്കൊക്കെ ഒന്ന് പോയാലോ? റെഡിയല്ലേ? ഐറ്റംസുകൾ ഓരോന്നോരോന്നെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ ടു ദി ഡൈനിങ് ടേബിൾ. ഇത് ഞാൻ എവിടെ നിന്ന് തുടങ്ങും, എവിടെ അവസാനിപ്പിക്കും? നല്ല വെറൈറ്റീസാണ്. നാടൻ മുതൽ മോഡേൺ വരെയുള്ള ഫുഡുകൾ ഇതിനകത്തുണ്ട്. സാലഡ്സൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരാളുണ്ടാവുമല്ലോ, നമുക്ക് ഈ പറഞ്ഞ പോലെ മെൻഷൻ ചെയ്തിട്ടുള്ള നാരായണൻ നമുക്ക് ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നാരായണ, വാ, വരൂ, വെൽക്കം. മുഖത്ത് മാസ്ക് ഒക്കെ ഇട്ട് ഭയങ്കര ഹൈജീനിറ്റിക് ആയിട്ട് ഇവിടെ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധ, എപ്പോഴും ചെക്കിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണല്ലേ? സൗദി അറേബ്യയിൽ വളരെ ചെക്കിംഗ് കൂടുതലാണ്. ഹൈജീനിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് ഓൾ സാലഡാണ് നമ്മുടെ സ്പെഷ്യൽ സാലഡ്. മാംഗോ സാലഡ് തന്നെ. മാംഗോ സാലഡ് നമ്മളൊരു പുതിയ ജനറേഷന് വേണ്ടി പുതിയൊരു പ്രിപ്പറേഷനാണ്. ഗ്രീൻ മാംഗോ സാലഡ്. ഓക്കെ. ഞാൻ സലാഡ് ഉണ്ട്. സലാഡ് ബ്ലാക്ക് ഒലീവ്സ്, അതുപോലെ തന്നെ നമ്മുടെ റെഡ് ഒലീവ്സ്, ഗ്രീൻ ഒലീവ്സ് എല്ലാം ഉള്ള ഇതാണോ? യെസ്. ചെറി ടൊമാറ്റോസ്, അതുകൂടെ ഒരു ഫ്യൂഷൻ സലാഡ്. ഇത് നമ്മൾ പനീർ ബുർജിയാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പനീറാണ്. പനീർ ബുർജി. പനീർ ബുർജിയാണ്. പിന്നെ ഈ സാധനം നമ്മൾ പ്രോൺസ് ആണ്. പ്രോൺസ് തവ ഫ്രൈ ആണ്. പ്രോൺസിൻ്റെ തവ ഫ്രൈ ആണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഇടിയപ്പം, നൈസ് പത്തിരി, നമ്മുടെ ചിക്കൻ കുരുമുളക് റോസ്റ്റ്. യെസ്, ചിക്കൻ കുരുമുളക് സാൾട്ട് ആൻഡ് പെപ്പർ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇത് കാളാഞ്ചി ആയിരിക്കും. യെസ്, ഓഫ് കോഴ്സ് കാളാഞ്ചി. ഞാൻ വന്നിട്ട് ഇപ്പം 5ാമത്തെ കാളാഞ്ചിയാണ് ഇപ്പം കാണുന്നത്. നമ്മളൊരു ഫ്ലേവറിൽ ഒരു കാളാഞ്ചി ഇവിടെ എപ്പോഴും കൂടുതൽ ലഭ്യമായ ആൾക്കാർക്ക് ഇഷ്ടം കാളാഞ്ചി തന്നെ. കാളാഞ്ചി ആ പോലെ പ്രിഫറൻസ് അത് തന്നെയാണ് ആൾക്കാർ. കാളാഞ്ചി തന്നെ. കിങ് ഫിഷിൽ കൊടുക്കാറുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ കൊത്തു പൊറോട്ട. ഞാൻ വിചാരിച്ച് പുട്ടായിരിക്കും. കൊത്തു പൊറോട്ട ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ ഒരു കൊത്തു പൊറോട്ട ഇങ്ങനെ ഒരു സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ട്. പിന്നുള്ളത് ബീഫ്, നമ്മൾ ഊരിലെ ചെറിയ ഉള്ളി കൂട്ടാണ്. ചെറിയ ഉള്ളി നമുക്ക് ഇടിയപ്പത്തിന്റെ കൂടെ കൂട്ടാൻ പറ്റിയ സാധനമാണ്. പിന്നെ ഇത് ബീഫ് ഫ്രൈ ആണ്. രണ്ട് വ്യത്യാസമുണ്ട്. അത് ചെറിയ ഉള്ളിലിട്ട മസാലയാണ്. ഇത് ബീഫ് ചെറിയ ഉള്ളി ഇട്ടിട്ട്. ചെറിയ ഉള്ളി പിന്നെ ഓഫ് കോഴ്സ് പാൽക്കപ്പ ഉണ്ട്. ഇതാണ് പാൽക്കപ്പ. ഇതിന് ഹൈലൈറ്റായിട്ട് പറയുന്നൊരു കാര്യം, ഞാൻ എപ്പോഴും എനിക്ക് ഈ പറയുമ്പോഴത്തേക്കൊക്കെ എൻ്റെ നോട്ടം മൊത്തം പാൽക്കപ്പയിലാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ എനിക്ക് പറയാൻ വയ്യേ. എനിവേ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്നും അല്ല. ഇതിൻ്റെ മെനു ഇനിയും ഒരുപാട് സംഭവങ്ങൾ വേറെയും വരുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഇത് ചെയ്ത് കാണാൻ പറ്റില്ല. ഞാനിവിടെ ഓർമ്മ കിടക്കേണ്ടി വരും. ഇതിൻ്റെ അകത്തെല്ലാം ഞാൻ സാമ്പിൾ അടിച്ച് നോക്കാം. ഓക്കെ, അതിൻ്റെ രുചിക്കൂട്ടിനെ കുറിച്ച് നിങ്ങളത് ഒന്ന് വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആദ്യം സാലഡിൽ മാംഗോയിൽ തുടങ്ങാം അല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനെന്നുള്ള ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. കഴിക്കാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. സംഭവം ഗംഭീരമായിട്ടുണ്ട്. ഇത് ഫ്യൂഷനാണ്. ന്യൂ ജനറേഷന് വേണ്ടി നമ്മളൊരു ഫ്യൂഷനായിട്ട് പ്രിപ്പയർ ചെയ്തത്. കൊള്ളാം. അതൊന്നുകൂടെ തിന്നാൻ തോന്നി എനിക്ക് കേട്ടോ.
ഇതിന് എന്തായാലും നമ്മൾ പനീർ ബുർജിയാണത്. പനീർ ബുർജി. ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസുകൾ? നമ്മളതിൽ ഓണിയനും ക്യാപ്സിക്കവും പിന്നെ നമ്മൾ പനീർ ഗ്രേറ്റ് ചെയ്ത പനീറാണ്, പിന്നെ സീസൺ ചെയ്തിട്ടുള്ള ബ്ലാക്ക് പെപ്പർ, സാൾട്ട്. എമ്മി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെമ്മീൻ തവയിൽ ഫ്രൈ ചെയ്ത്. ചെറിയ ഉള്ളിയിലുള്ള ബീഫൊക്കെ നമ്മൾ നല്ല ഫ്രഷ് ബീഫാണ്. ഞാൻ ഈ ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ് നമ്മുടെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റംസ് ആണ്. എല്ലാവരും നമ്മുടെ ഫാൻസ് ഉണ്ട് അത്യാവശ്യം. നെക്സ്റ്റ് ഈ ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിൽ സാധാരണ കോക്കനട്ട് അല്ലേ, ബീഫ് കോക്കനട്ട് ഫ്രൈ ആണ്. കൊത്തു പൊറോട്ടയ്ക്ക് ഒരു കൊത്തു കൊടുക്കട്ടെ. ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ എഗ്ഗ് കൂടുതൽ എഗ്ഗ് ആണെന്ന് തോന്നുന്നു. എഗ്ഗ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പൊറോട്ട. ഓക്കെ, അതൊക്കെ പോട്ടെ. എത്ര വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട്? എവിടൊക്കെ ഏതൊക്കെ രാജ്യത്തായിരുന്നു നാരായണ ഈ കറങ്ങി അടിച്ച് നടന്നു? കുറച്ച് രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 25 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. നാട്ടിൽ കുറച്ച് കാറ്ററിങ്ങും ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ എറണാകുളത്തായിരുന്നു. അതിനുശേഷം പല നമ്മൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പ്രോഗ്രാംസ് സ്വാമിയുടെ സ്ഥിരം ആളാണ് പുള്ളി കേട്ടോ. എന്തായാലും സന്തോഷം. അതെ അതെ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇദ്ദേഹത്തിനെ അറിയാം. എന്തായാലും അദ്ദേഹം ഇറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് കാണാനും പറ്റിയത് ഒരുപാട് സന്തോഷം. അപ്പം നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടല്ലോ. ഇതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ നിങ്ങളും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്? നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ഇതിൻ്റെ ഓണർ. പുള്ളിയും 10-25 വർഷമായിട്ട് ഇവിടെ സൗദി അറേബ്യയിലുള്ളതാണ്. പിന്നെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ വന്നിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് 3 മാസമായിട്ടുള്ളൂ. അത് ശരി. ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല അഭിപ്രായം പറയുന്നത്. കുറേ ഷോർട്ടേജുകൾ ഉണ്ടായിരുന്നു, എല്ലാം തീർത്ത് വളരെ സോഫ്റ്റായിട്ട് പോകുന്നു. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ടേസ്റ്റ് ഇപ്പം എന്താ പറയുമല്ലോ, പിന്നെ നെല്ല് ഇവിടെ ഉണ്ടെങ്കിൽ മൂന്നാറിനും എലി വരും എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ഫുഡ്സുകൾ നമ്മൾ എത്ര ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അത് അന്വേഷിച്ച ആൾക്കാർ വരും. ഞാനൊക്കെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോയി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് എൻ്റെ വൈഫിനൊക്കെ, എൻ്റെ മോളൊക്കെ അതിൻ്റെ മെയിൻ ആൾക്കാരാണ്. സെർച്ച് ചെയ്തിട്ട് പോയി കഴിച്ച് ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യാറുണ്ട്. എന്തായാലും 25 years ഓഫ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ നാരായണനുള്ളത്. ഈ ഹോട്ടലിന് അതൊരു വെർത്തായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. എനിക്ക് പാൽക്കപ്പയിലാണ് മട്ടം. മൈ ഗുഡ്നെസ്, കണ്ടല്ലോ. ഇതിന് കോമ്പിനേഷൻ എന്തായിരിക്കും? പാൽക്കപ്പ ബീഫാണ് ഇവിടെ നമ്മൾ കൂടുതലും. കറിയാണോ? ബീഫ് കറി, ബീഫ് റോസ്റ്റും. ബീഫ് റോസ്റ്റും എൻ്റെ കൂടെ. പിന്നെ നമ്മുടെ ഒരു ഹൈലൈറ്റ് സാധനമാണ് മീൻ മാങ്ങക്കറി. അതും പാൽക്കപ്പയും കോമ്പിനേഷൻ കസ്റ്റമേഴ്സ്, എക്സ്പെഷ്യലി പുതിയ യങ്സ്റ്റേഴ്സ് ഉള്ള എൻ്റെ ഫാൻസാണ്. പാൽക്കപ്പ വിത്ത് മീൻ. അപ്പോൾ പുതിയ ജനറേഷനുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇതൊന്നും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ കംപ്ലീറ്റ് ബെസ്റ്റിയൊക്കെ ആയിട്ടെങ്കിൽ പോരാ. എന്നിട്ട് നല്ലൊരു ചാമ്പിട്ട് പോവാം, ഒരു ട്രീറ്റും ആവും. ഓക്കെ, ഇതാണ് മാംഗോ ഫിഷ് കറി. നല്ല ഇതുപോലെ നെയ്മീനും മാങ്ങയായിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള കറിയാണ്. അത് ഈ പറഞ്ഞ കല്ലപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ വേറൊരു സാധനമുണ്ട്, എന്നെ നോക്കിയിരുന്ന് കുറേ പ്രാവശ്യം കണ്ടെടുക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ കളാഞ്ചി. കളാഞ്ചി എണ്ണാഞ്ചി ഫോർക്ക് കൊണ്ട് ആക്കിയെടുക്കാം. നല്ല ക്രിസ്പായിട്ട് ഇരിപ്പുണ്ട് സാധനം. നല്ല ഫ്രഷ് മീനാട്ടോ. ഇതെങ്ങനെ ഇങ്ങോട്ട് മിക്സ്ഡ് ഫ്രൂട്ട്സ് കോക്ടെയിൽ. ഇത് ഫൈനൽ ഡ്രിങ്കാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം ഇതുകൂടെ ട്രൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ സമ്പൂർണ്ണമാവും. എൻ്റെ മോനെ, ഇനി വയറ്റിനകത്ത് ഇവിടം വരെ ഉള്ള സ്ഥലം, അത് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റാണ്. ഏതായാലും ടേസ്റ്റ് കൊണ്ടും അല്ലാതെ റേറ്റ് കൊണ്ടും ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 സ്റ്റാർ ലെവലിലുള്ള ഫുഡ് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ
സോൾട്ട് ആൻഡ് പെപ്പർ ഐ പ്രിഫർ. അവിടെ വന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല വോളിയമുണ്ട് കഴിക്കാനായിട്ടുള്ള. ഏത് തരത്തിലും നിങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ബാച്ചിലേഴ്സ് വന്നാലും നിങ്ങൾ കുറേ ടീമുകൾക്കെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാലും അതും ഗംഭീരമാവും. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും മോസ്റ്റ്ലി വെൽക്കം ടു സോൾട്ട് ആൻഡ് പെപ്പർ. ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ട്രീറ്റ് ഫോർ യു. രുചികരമായ ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ വന്നതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും ഇനി നല്ലപോലെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ളൊരു ട്രീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദമാമിൽ തന്നെ ഉള്ള ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റാണ് സോൾട്ട് ആൻഡ് പെപ്പർ. എന്നും നിങ്ങൾക്ക് ഒരു വെർത്ത് തന്നെയായിരിക്കും. സോ ട്രൈ ഇറ്റ് വൺസ്, പിന്നീട് നിങ്ങൾ തുടർച്ചയായിട്ട് വന്നോളും. അപ്പോൾ ദമാമിൽ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് കൂടെ പറഞ്ഞേ. മസ്രിയയിൽ വന്നാൽ നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പർ ഓൺലി വൺ അല്ലേ, ഇൻ ദമാം സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ ബോസ് ടോക്സ് വിത്ത് രാജാ സാഹിബ് എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള ഹോട്ടലിലെ വിശേഷങ്ങളായിരുന്നു. ഇനി മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ നന്ദി, വണക്കം.